ചേട്ടാ ഒരു ബൊക്കെ. എത്രയാ? 500-ൻ്റെയോ 300-ൻ്റെയോ? 500. ആ ഇതാച്ചാ. താങ്ക് യു. മാതാവേ, മഴ വരുന്നല്ലോ. ഇവനാണെ പള്ളിയിലും പോയിട്ടില്ല. എടാ, നീ എഴുന്നേറ്റോ? ആഹാ, എടാ ചെറുക്ക, എണീക്കടാ. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഇവന്റെ ഒരു ഉറക്കം. എണീറ്റ് മര്യാദയ്ക്ക് പള്ളി പളച്ചക്ക. അയ്യോ, പണി പാളിയല്ലോ. എന്തുണ്ടാക്കുന്ന? അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. തമാശയൊക്കെ ഇഷ്ടപ്പെട്ടോ? എടാ, നിങ്ങൾക്ക് തമാശയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന്? വിശുദ്ധ കുർബാനയുടെ സമയത്തെ കളിയും ചിരിയൊക്കെ. നീയൊക്കെ എന്തിനാടാ വെളുപ്പാങ്കാലത്തെ പള്ളിയിലോട്ട് വരുന്നത്? കൈനീട്ട്. എടാ, കൈനീട്ടാൻ. ഈശോ സ്വന്തം ജീവൻ കൊടുത്ത് സ്ഥാപിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ചിരിക്കുന്നതും വർത്താനം പറയുന്നതുമൊക്കെ ഈശോയോട് കാണിക്കുന്ന അനാദരവല്ലേ? അല്ലേ? എന്റെ പിള്ളേർ അങ്ങനെ ചെയ്യുവോ? ചെയ്യുവോ? വന്നേ. എന്താ മോന്റെ പേര്? മോന്റെയോ? മക്കൾ, കുർബാനയ്ക്കിടയ്ക്കിനി വർത്താനം പറയരുത് കേട്ടോ. പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല മക്കളെ. അതുകൊണ്ടാണ് വിയാനി പുണ്യാളൻ ഇങ്ങനെ പറയുന്നത്, വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ മഹത്വം തിരിച്ചറിഞ്ഞാൽ നമ്മൾ സന്തോഷം കൊണ്ട് മരിച്ചു പോകുമെന്ന്. ഒരു സാധാരണ വൈദികൻ, പഠിച്ചാലൊന്നും ഓർമ്മയിൽ നിൽക്കാത്ത, പ്രസംഗിക്കാൻ അറിയാത്ത, പാട്ടുപാടാൻ അറിയാത്ത, കഴിവുകളൊന്നുമില്ലാത്ത ഒരു പാവം അച്ഛൻ. അതുകൊണ്ടായിരിക്കാം ഫ്രാൻസിലെ ആർക്കും വേണ്ടാത്തൊരു പള്ളിവികാരിയായി അദ്ദേഹത്തെ നിയമിച്ചത്. പള്ളിയോടും പ്രാർത്ഥനയോടും ദൈവത്തോടുമൊക്കെ ഒരു സ്നേഹമോ വിശ്വാസമോ ഒന്നുമില്ലാത്ത ഒരു ജനത്തിൻ്റെ വികാരിയായി. പക്ഷെ എല്ലാം മാറി, എല്ലാം മാറ്റി. പള്ളിയിൽ കയറാത്തവരൊക്കെ പള്ളിയിൽ നിറങ്ങാതെയായി. ഫ്രാൻസിൻ്റെ കോണുകളിൽ നിന്ന് പോലും ഈ വികാരിയെ തേടി ആളുകൾ വന്നു. പതുക്കെ പതുക്കെ ആ ഗ്രാമം ഒരു വിശുദ്ധ ഗ്രാമമായി മാറി. ഒരു വൈദികൻ വിശുദ്ധനായാൽ അദ്ദേഹത്തിൻ്റെ ജനം മുഴുവൻ സ്വർഗത്തിലേക്ക് നടക്കും. എത്രയോ മണിക്കൂറുകളാണ് വിയാനിയച്ചൻ കുമ്പസാരക്കൂട്ടിലിരുന്നത്. എത്രയോ നേരമാണ് അദ്ദേഹം തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്. എത്രയോ പ്രായശ്ചിത്തങ്ങളാണ് അദ്ദേഹം ചെയ്തത്. നിങ്ങൾക്കും വിയാനിയെപ്പോലെ ആകാൻ തോന്നുന്നുണ്ടോ? ദൈവം വിളിച്ചാൽ നിങ്ങളും ഈ ഏഞ്ചൽ വാലിയിലെ ഒരു വിയാനിയച്ചനാവും. നീ ഇതുവരെ ഉറങ്ങിയില്ലേടാ? അമ്മേ, അമ്മേ, അമ്മ ഈ വിയാനി പുണ്യാളനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എനിക്കും ആ വിശുദ്ധനെ പോലെ ആകാൻ പറ്റുമോ?
അന്നൊരു മുട്ടായിയും കുറച്ച് സ്നേഹവും തന്നത് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റി. ഞാൻ ഇന്നും കുർബാന അർപ്പിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം കേൾക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായിട്ടൊന്നുമില്ല മക്കളെ. ഒരു വൈദികൻ വിശുദ്ധനായാൽ അവന്റെ ജനം മുഴുവൻ പതിയെ സ്വർഗത്തിലേക്ക് നടക്കും.